നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണോ? അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ടോ? ഒരു ആൾക്കൂട്ടത്തിൽ പോവാൻ നിങ്ങൾ ഭയപ്പെടാറുണ്ടോ? നിങ്ങൾക്ക് ഷൈനെസ് ഉണ്ടാവാറുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കാണണം കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. സോ വെൽക്കം ടു മൈ തോട്ട്സ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് കളർഫുൾ ആയിരിക്കാൻ പറ്റും. ആക്ച്വലി നമ്മുടെ ഈ ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെയധികം അത്യാവശ്യമാണ്. ഈവൻ നിങ്ങളൊരു പഠിക്കുന്ന ആളാണെങ്കിലും അതുപോലെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിലും നിങ്ങളൊരു ഫാമിലി നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിലും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ല ബെറ്ററായിട്ട് അത് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എങ്ങനെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ ഞാൻ ആദ്യം തന്നെ എന്നെക്കുറിച്ച് പറയാം. ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വളരെയധികം ബാക്കിലായിരുന്നു. ഒരാളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ആക്ച്വലി എൻ്റെ സ്കൂൾ ടൈമിലാണെങ്കിലും കോളേജ് കാലഘട്ടങ്ങളിലാണെങ്കിലും ഞാൻ വളരെയധികം സൈലൻ്റായ ഒരു കുട്ടിയായിരുന്നു. സോ ഞാൻ ആരോടും അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു. എൻ്റെ കംഫർട്ട് സോണായ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാത്രമായിരുന്നു ഞാൻ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പാർട്ടി വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ എപ്പോഴും ഞാൻ സ്കിപ്പ് ചെയ്യുമായിരുന്നു. ഈ ആൾക്കാരെ നേരിടാനുള്ള ഒരു കോൺഫിഡൻ്റ് ഇല്ലായ്മ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള പേടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് നഷ്ടങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ അങ്ങനെയല്ല കേട്ടോ, അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു. ഇന്നെനിക്ക് ആൾക്കാരുള്ളിടത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അവരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ എൻ്റെ ആവശ്യങ്ങൾ പറയാനോ എന്തെങ്കിലും സംസാരിക്കാനോ ഒന്നിനും എനിക്ക് പേടിയില്ല. കാരണം എനിക്കിന്ന് അതിന് കോൺഫിഡൻ്റ് ഉണ്ട്. സോ എങ്ങനെയാണ് ആ മാറ്റം ഞാൻ എന്നിൽ ഉണ്ടാക്കിയെടുത്തതെന്നും എങ്ങനെയാണ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറ്റുക എന്നുള്ളതുമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വളരെയധികം സെൻസിറ്റീവായ വളരെയധികം പേടിയുള്ള എന്നെ ഈ കോൺഫിഡൻ്റ് ഇല്ലായ്മയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിന് സാധിക്കും. നിങ്ങളുടെ ലൈഫിലെ നല്ലൊരു മാറ്റത്തിന് വേണ്ടിയാണെങ്കിൽ ഈ കോപ്പിയടി നല്ലൊരു ഐഡിയയാണ്. സോ ചെറുപ്പം മുതലേ തന്നെ നമ്മൾ മറ്റുള്ളവരെ കണ്ടുകൊണ്ടാണ് ഓരോന്ന് ചിന്തിക്കുന്നതും ഓരോന്ന് പ്രവർത്തിക്കുന്നതും ഈവൻ നമ്മൾ സംസാരിക്കുന്നതായാലും നമ്മുടെ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ടാണ്. നമ്മൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നമ്മുടെ പാരൻസ് എന്താണോ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ പാരൻസ് ഇവരെല്ലാം നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ ഇവരിൽ നിന്നെല്ലാം ഓരോ കാര്യങ്ങളും വാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ പകർത്തുന്നത്. അതെന്ത് തന്നെയായാലും, അതായത് നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ പേടി, ഈവൻ നമ്മൾ ചിന്തിക്കുന്നത് പോലും ആ ഒരു ചെറുപ്പത്തിൽ നമുക്ക് അവരിൽ നിന്ന് കിട്ടിയ ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നല്ലതായിരിക്കാം, ചീത്തതായിരിക്കാം, എന്ത് തന്നെയായാലും നമ്മളൊരു മെച്യൂരിറ്റി വരുമ്പോഴാണ് ഇന്ന ക്യാരക്ടറൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റണം അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ ഈ ഒരു കാര്യം ഇംപ്രൂവ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ആ സമയത്ത് ചെയ്യേണ്ടതും ഇത് തന്നെയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ മാറ്റാൻ തയ്യാറല്ല, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ ജീവിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഇതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. അത് നിങ്ങൾ തന്നെ വിചാരിക്കണം. ഈ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരെ നന്നായി ഒബ്സർവ് ചെയ്യുക. അവരെന്താണോ അവരെ ശൈലി, അവരെ രീതി, അവർ സംസാരിക്കുന്ന ആ ഒരു ടോണ് അതൊക്കെ നന്നായി ശ്രദ്ധിച്ചിട്ട് നമ്മൾ അതേപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് നോക്കി നോക്കുക. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ അതേപോലെ സംസാരിച്ച് ട്രൈ ചെയ്യുക, സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളെ ഏത് രീതിയിലാണോ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് ആ ഒരു വീഡിയോസ് ഇരുന്ന് നന്നായി ഒബ്സർവ് ചെയ്ത് നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്യുക. ഇനി പറയാനുള്ളത്, 1-2 പ്രാവശ്യം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അതുപോലെ സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവരുത്.
സോ ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നതല്ല. നമ്മുടെ ലൈഫിലെ ഓരോ നേട്ടങ്ങളും ഓരോ കാര്യങ്ങളും നമ്മൾ മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പ് എടുത്താണ് പഠിച്ചത്. അതുപോലെ തന്നെ ഇതും നമ്മൾ മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും വാച്ച് ചെയ്ത് അതുപോലെ ട്രൈ ചെയ്തിട്ടാണ് നമ്മൾ ആ സക്സസിലേക്ക് എത്തുന്നത്. ഇനി നിങ്ങളിൽ നിന്ന് ആദ്യം എടുത്തു മാറ്റേണ്ട ഒരു കാര്യം, നിങ്ങളിലൊരു മാറ്റം വരില്ല, ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്നൊരു തോട്ടാണ് ആദ്യം നിങ്ങൾ എടുത്തു മാറ്റേണ്ടത്. അവിടെ മുതലാണ് നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്. സോ നിങ്ങളാക്കി മാറ്റിയത് നിങ്ങളുടെ സൊസൈറ്റിയാണ്, അതായത് നിങ്ങളുടെ ചുറ്റുമുള്ളവരാണ്, നിങ്ങളുടെ കൂടെയുള്ളവരാണ്. അതിൽ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒരുപാടുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ നിങ്ങൾക്ക് മാറ്റണം, ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ക്യാരക്ടർ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരാണ്. സോ അതിനാദ്യം വേണ്ടത് നിങ്ങൾ മാറില്ല, ഇതിൽ ഒരു മാറ്റവും സംഭവിക്കില്ല എന്നൊരു തോട്ടാണ് ആദ്യം എടുത്തു കളയേണ്ടത്. ഇനി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങളുടെ ഒരു ക്യാരക്ടർ മാറ്റണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്കിൽ ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തോടെ മാത്രമേ ചെയ്യാവൂ. മറ്റുള്ളവർ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംതൃപ്തിക്ക് വേണ്ടിയോ നിങ്ങൾ ഒരു കാര്യവും ചെയ്യരുത്. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. നമ്മുടെ മനസ്സമാധാനമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കളഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് തന്നെ നേടിയാലും നമുക്ക് ലൈഫിൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല. സോ നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് അത് മാറ്റാൻ കഴിയില്ലെങ്കിൽ മാത്രം അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ഒരിക്കലും ട്രൈ ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്യുക, എന്നിട്ടും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ മാത്രം അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ സംസാരം നല്ല ക്ലിയർ ആയിട്ട് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വേറെയുള്ള കാര്യങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്യുക, ഇങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നമ്മോടുള്ള താല്പര്യം കുറയുകയും നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെയധികം ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുകയും ചെയ്യുന്നത്. സോ പിന്നീട് അത് നമ്മളോട് സംസാരിക്കാൻ ഒരു മടി കാണിക്കും. അങ്ങനെ നമുക്ക് തന്നെ നമ്മളിലുള്ള ഒരു കോൺഫിഡൻസ് കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക. അവർ സംസാരിക്കുന്നത് എന്താണോ അത് നന്നായിട്ട് കേട്ട് അത് തന്നെ തിരിച്ച് നമ്മൾ ചോദിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ. ഇതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻറ്റ് ലെവൽ വളരെയധികം ഇംപ്രൂവ് ആവുകയും ചെയ്യും. നമുക്ക് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. സോ നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്യുക, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു സെൽഫ് ടോക്കിംഗ്. വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കി നോക്കുക, എവിടെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ മിററിൽ നോക്കി സംസാരിക്കുക, ഫോണിൽ റെക്കോർഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറവുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കി അതിനെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. ആക്ച്വലി നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മോട് തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. നമ്മൾ നെഗറ്റീവാണോ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫ് പോകുന്നത്. നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, പോസിറ്റീവായിട്ടുള്ള ടോക്കിംഗ് ആണ് നമ്മളിലേക്ക് കൊടുക്കുന്നതെങ്കിൽ അതനുസരിച്ചാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. സോ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാറണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നമ്മളോട് തന്നെ സെൽഫ് ടോക്കിംഗ് നടത്തുക. അത് മാത്രമല്ല നമ്മുടെ ലൈഫിൽ നല്ലതായ കാര്യങ്ങളും ചീത്തയായ കാര്യങ്ങളും ഒരുപാട് നടക്കുന്നുണ്ട്. ആരും പെർഫെക്റ്റ് അല്ല, ആരുടെ ലൈഫും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അതിൻ്റെതായ കുറവുകളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ സന്തോഷിക്കാനുള്ള കാര്യങ്ങളും സങ്കടപ്പെടാനുള്ള കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മുടെ ബ്രെയിൻ അത് ഓർത്തിരിക്കുന്നത് നമ്മുടെ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നെഗറ്റീവായ ചിന്തകൾ കൊണ്ട് നമ്മുടെ ലൈഫും അങ്ങനെയാകുന്നത്. നമ്മളെപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എന്നുള്ളതിലേക്ക് എത്തിയാൽ ഒരു വിധം വരെ, ഒരു പരിധി വരെ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. എന്തായാലും എല്ലാവരുടെ ലൈഫിലും ഇത് രണ്ടും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കരുതിയിരിക്കുക. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങൾ എന്തിനെയാണോ പേടിക്കുന്നത് അതിനെ നിങ്ങൾ നേരിടുക. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഇടപഴകാനും ഒരുപാട് ആളുകളുള്ള സ്ഥലത്തേക്ക് പോവാനും അവരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപഴകണം എന്നൊക്കെ അറിയാതെ പേടിച്ചിരിക്കുകയാണെങ്കിൽ എന്നും നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങളുടെ കംഫർട്ട് സോണ് എന്ന് നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്നതോ അന്നാണ് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവുക. നിങ്ങൾ പതിയെ സംസാരിച്ച് തുടങ്ങുക, നിങ്ങളുടെ ധൈര്യം മുന്നോട്ടെടുക്കുക. ഇനി അഥവാ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ട് നിങ്ങളെ തന്നെ ക്രിറ്റിസൈസ് ചെയ്യാതെ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, എനിക്കിത് പറ്റി. അല്ലാതെ നിങ്ങളെക്കൊണ്ട് കഴിയില്ല, ഇനി അത് ആവർത്തിക്കില്ല എന്നൊക്കെ ഒരുപാട് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കൂട്ടാതെ ഇനി നെക്സ്റ്റ് ടൈം ഞാനത് സംസാരിക്കുമ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യും, അത് ഓവർകം ചെയ്യും എന്നൊക്കെ മനസ്സിൽ പോസിറ്റീവായ തോട്ട്സ് കൊടുത്ത് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അങ്ങനെ പതിയെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം ഉയർന്നു വരുന്നതായി നിങ്ങൾക്ക് തന്നെ കാണാം.
അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. നിങ്ങൾക്ക് കംഫർട്ടായി തോന്നുന്ന, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുന്ന നല്ല വസ്ത്രം ധരിക്കുക, ഹെയർ കെയർ ചെയ്യുക, സ്കിൻ കെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക, എക്സസൈസ് ചെയ്യുക, വാക്കിംഗ് ചെയ്യുക. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ കോൺഫിഡൻറ്റ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് കൂടാനും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളിൽ ഒരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.